നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF-ഉം എക്സൈസും കഞ്ചാവ് പിടികൂടി. കരുത്തു തെളിയിച്ച് യൂത്ത് ലീഗ് മാർച്ചിന് തുടക്കമായി. സംഗീതത്തിന്റെ പെരുമഴ തീർത്ത് സ്വർലയ നൃത്ത സംഗീതോത്സവത്തിന്റെ 2ാം ദിനം. ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 8 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും പാലക്കാട് എക്സൈസ് സർക്കിളും സംയുക്തമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള റെയിൽവേ ക്യാഷ് ഓഫീസിന് സമീപത്തുള്ള യാത്രക്കാരുടെ ഇരിപ്പിടത്തിനടിയിൽ നിന്ന് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കാണപ്പെട്ട ഒരു ഷോൾഡർ ബാഗിൽ തുണികൾക്കിടയിൽ ഒളിപ്പിച്ച രീതിയിൽ 8 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. RPF SA ദീപക് AP, പാലക്കാട് സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആണ് കഞ്ചാവ് കണ്ടെത്തിയത്. പരിശോധനാ സംഘത്തിൽ RPF SA AP അജിത് അശോക്, ഹെഡ് കോൺസ്റ്റബിൾ N അശോക്, കോൺസ്റ്റബിൾ PP അബ്ദുൾ സത്താർ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, സന്തോഷ് കെ എന്നിവരാണുണ്ടായത്. കഞ്ചാവ് കടത്തിയ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി RPF എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. കരുത്ത് തെളിയിച്ച് യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് മണ്ണാർക്കാട് തുടക്കം. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ജില്ലാ യൂത്ത് മാർച്ചിന് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ കോട്ടാപ്പാടത്ത് തുടക്കമായി. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പതാക കൈമാറി. ജാഥ ക്യാപ്റ്റൻ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് PM മുഹമ്മദ് തങ്ങൾ, വൈസ് ക്യാപ്റ്റൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് എന്നിവർ പതാക ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ യാത്ര ഇന്നലെ രാത്രി മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ സമാപിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ 100 കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നിലപാടിനും കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ച് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ മാർച്ച് നടത്തും. ജാഥ ക്യാപ്റ്റൻ PM മുഹമ്മദ് തങ്ങൾ, വൈസ് ക്യാപ്റ്റൻ റിയാസ് നാലകത്ത്, ജാഥ ഡയറക്ടർ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, ജാഥ ചെയർമാൻ ഗഫൂർ കൊൽക്കളത്തിൽ, ജാഥ കോർഡിനേറ്റർ KPM സലീം, ജില്ലാ സെക്രട്ടറി നൌഫൽ കളത്തിൽ തുടങ്ങിയവർ ഇന്നലെ മാർച്ചിന് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജില്ലാ സെക്രട്ടറി TA സിദ്ദീഖ്, ട്രഷറർ PMA സലാം, AKA അസീസ്, C മുഹമ്മദ് ബഷീർ, റഷീദ് ആലായൻ, കല്ലടി അബൂബക്കർ, പൊൻപാറ കോയക്കുട്ടി, ഹുസൈൻ കോളശ്ശേരി, MM ഹമീദ്, MS അലവി, MS നാസർ, ഉനൈസ് മാരായമംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് കോങ്ങാട് മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് അച്ചമ്പാറയിൽ നിന്ന് തുടങ്ങി കരിമ്പയിൽ സമാപിക്കും. പാലക്കാട് മണ്ഡലത്തിൽ 24-നും, നെന്മാറ ചിറ്റൂരിൽ 26-നും, ആലത്തൂർ തരൂർ മണ്ഡലങ്ങളിൽ 27-നും, ഒറ്റപ്പാലത്തെ 28-നുമാണ് മാർച്ച്. ഷൊർണൂരിൽ 29-നും, പട്ടാമ്പിയിൽ 30-നും മാർച്ച് നടത്തും. 31-ന് തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാട്ട് സമാപിക്കും. സ്വർലയ സംഗീതോത്സവം ഹിന്ദുസ്ഥാനി സംഗീതവുമായി 2ാം ദിനം. സ്വർലയ സമന്വയം നൃത്ത സംഗീതോത്സവത്തിന്റെ 2ാം ദിനത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്ത് പണ്ഡിറ്റ് അജയ് പൊഹങ്കാറും സംഘവും. വായ്പാ പാട്ടിൽ മധുരശ്രീ നാരായണന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ആദിത്യ നാരായണൻ ബാനർജി തബല, അശ്വിൻ വാൾവാൾക്കർ ഹാർമോണിയം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തിരുവനന്തപുരം ഇല ഡാൻസ് കമ്പനി അവതരിപ്പിച്ച ദി ഡിവൈൻ നൃത്ത പരിപാടി ആരംഭിച്ചത് ഊർജം എന്ന നൃത്തത്തോടെയാണ്. ശ്രീജിത്ത് ശിവാനന്ദനും ലിതി ശ്രീജിത്തും വേദിയിലെത്തി. തുടർന്ന് അവതരിപ്പിച്ച പഞ്ചഭൂതങ്ങൾ, ആത്മാവും ശരീരവും എന്നീ നൃത്തങ്ങളും കാഴ്ചക്കാരെ പിടിച്ചിരുത്തി. ശ്രീജിത്ത് ശിവാനന്ദൻ, ലിതി ശ്രീജിത്ത്, സൂര്യ ശ്രീജിത്ത്, അഭിനവ് അരുൺ, സുജിത് ചന്ദ്രൻ, PL പവിത്ര, PL പത്മജ, അഖിൽ രാജ്, MS ആർദ്ര, അബി എന്നിവരാണ് നൃത്തസന്ധ്യ അവിസ്മരണീയമാക്കിയത്. ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ ക്രിസ്മസ് വിപുലമായി ആഘോഷിച്ചു. ഒരു വർഷം അവസാനിക്കുകയാണ്, പുതിയ വർഷം തുടങ്ങുകയാണ്. ഈ അവസരത്തിൽ ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. പ്രധാന അധ്യാപകൻ, അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, മദർ PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ അടക്കം ആഘോഷം ശ്രദ്ധേയമാക്കാൻ എത്തിച്ചേർന്നു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. വിദ്യാർത്ഥികൾ ആഘോഷപ്പൊലിമയോടെ ആടിയും പാടിയും നൃത്തച്ചുവട് വെച്ചത് കൗതുകമേറെ ഉളവാക്കി. എല്ലാ വർഷവും നടത്തുന്ന ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ വർഷവും ക്രിസ്തുമസ് ആഘോഷം നടത്തിയത്. ദേശീയപാതയിൽ കുരുടിക്കാട് മാലിന്യം കയറ്റിയ ലോറി മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു.
കോയമ്പത്തൂർ തൃശൂർ ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാട് ഭാഗത്ത് ടിപ്പർ ലോറി റോഡിൽ മറിഞ്ഞു. പുതുശ്ശേരി ഭാഗത്തെ കടയിൽ നിന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി മാലിന്യം എന്നിവയുമായി പോകുകയായിരുന്ന ലോറിയാണ് വെള്ളിയാഴ്ച രാത്രി 10:30 അപകടത്തിൽപ്പെട്ടത്. കുരുടിക്കാട് സിഗ്നൽ കഴിഞ്ഞുള്ള ഭാഗത്ത് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനാൽ വൺ വേയിലേക്ക് കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പുതുശ്ശേരി സ്വദേശി സന്തോഷാണ് ലോറി ഓടിച്ചിരുന്നത്. ഇയാൾക്ക് സാരമായ പരിക്കുകളില്ലെന്ന് കസബ പോലീസ് പറഞ്ഞു. രാത്രി 12-നാണ് റോഡിൽ നിന്ന് ലോറി മാറ്റിയത്. റോഡിൽ ഗതാഗത കുരുക്കുണ്ടായി. കൊയ്യാമരക്കാട് ഭാഗത്ത് മാലിന്യം വേർതിരിക്കുന്ന സ്ഥലത്തേക്കാണ് മാലിന്യം കൊണ്ടുവന്നതെന്ന് ഡ്രൈവർ പറഞ്ഞതായി പോലീസ് പറഞ്ഞു. ഓട്ടോറിക്ഷ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ച് വീണ യാത്രക്കാരൻ മരിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ച് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണ യാത്രക്കാരൻ മരിച്ചു. കാഞ്ഞിരപ്പുഴ നെല്ലിക്കുന്ന് നറുക്കത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മുണ്ടക്കുന്ന് ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിന് സമീപമായിരുന്നു അപകടം. കാഞ്ഞിരത്ത് നിന്ന് മുണ്ടക്കുന്ന് ഭാഗത്തേക്ക് വരികയായിരുന്നു ഓട്ടോറിക്ഷ. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി. പിൻസീറ്റിലിരിക്കുകയായിരുന്ന ഉണ്ണികൃഷ്ണൻ റോഡിലേക്ക് തെറിച്ചു വീണു. ഓട്ടോറിക്ഷ നിർത്താതെ പോവുകയും ചെയ്തു. ഗുരുതര പരിക്കേറ്റ് നിലത്ത് വീണ് കിടന്ന ഇദ്ദേഹത്തെ സമീപത്ത് ജോലി ചെയ്തിരുന്നവർ മറ്റൊരു വാഹനത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷ ഓടിച്ചത് ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. കൂലിത്തൊഴിലാളിയാണ് ഉണ്ണികൃഷ്ണൻ. അച്ഛൻ പരേതനായ കുമാരൻ, അമ്മ കാർത്തികേയനി, ഭാര്യ ഷീജ, മക്കൾ ഗോപിക, ദേവിക, അഭിനവ് കൃഷ്ണ. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. നഗരം ലൈഫ് വീട് പദ്ധതി ജിയോ ടാഗിംഗ് ഫീസ് സർക്കാർ നൽകും. പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം ലൈഫ് വീട് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ തുക ലഭിക്കാൻ ആവശ്യമായ ജിയോ ടാഗിംഗ് പരിശോധനാ ഫീസ് വർദ്ധിപ്പിച്ചു. 40 നിന്നും 50 രൂപയായാണ് ഉയർത്തിയത്. അധിക തുക നഗരസഭകളിൽ വീട് നിർമ്മിക്കാൻ 2018-19 ലഭിച്ച 1000 കോടി രൂപയുടെ ഹഡ്കോ ഫണ്ടിന്റെ പലിശ വരുമാനത്തിൽ നിന്നും വിനിയോഗിക്കാൻ തദ്ദേശ വകുപ്പ് അനുമതി നൽകി. കുടുംബശ്രീയെയാണ് PMYA നഗരം ലൈഫ് വീട് നിർമ്മാണ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി നിയമിച്ചിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതു പട്ടികജാതി വിഭാഗങ്ങൾക്ക് 4 ലക്ഷം രൂപയും ഊരുകളിലും കോളനികളിലുമുള്ള പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപയുമാണ് വീട് നിർമ്മാണത്തിന് അനുവദിക്കുന്നത്. 5 ഘട്ടങ്ങളിലായുള്ള നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും പൂർത്തിയാക്കിയതിന്റെ സാക്ഷ്യപത്രം ഗുണഭോക്താക്കൾ നൽകുന്ന മുറയ്ക്കാണ് തുക അനുവദിക്കുക.
നിർമ്മാണ പുരോഗതിയുടെ ഓരോ ഘട്ടവും സർവേയർമാർ ജിയോ ടാഗിംഗ് വഴി വിലയിരുത്തിയ റിപ്പോർട്ടും ഇതിനൊപ്പം നൽകണം. നിലവിൽ ഒരു വീടിന് ഓരോ ഘട്ടത്തിലും 40 രൂപ നിരക്കിൽ 200 രൂപയാണ് സർവേയർമാർക്ക് ഫീസായി നൽകി വരുന്നത്. 2017 നിശ്ചയിച്ച തുകയാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഗരസഭകളുമായി സഹകരിച്ചാണ് വീട് നിർമ്മാണം. കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമായി 93 നടപ്പാക്കുന്ന നഗരം ലൈഫ് പദ്ധതിയിൽ 1,22,029 വീടുകൾക്കാണ് അനുമതിയായത്. നിർമ്മിക്കുന്ന വീടുകളുടെ കുറഞ്ഞ തറ വിസ്തീർണം 400 ചതുരശ്ര അടിയാണ്. 6 നഗരസഭകളിലായി ലൈഫ് മിഷൻ പങ്കാളിത്തത്തോടെ ഭൂരഹിതർക്കായുള്ള ഭവന സമുച്ചയം നിർമ്മാണവും നടന്നു വരുന്നുണ്ട്. ആധാർ എടുക്കാൻ ഇനി വേരിഫിക്കേഷനും പാസ്പോർട്ടിന് സമാനമായ ചട്ടങ്ങൾ നടപടികൾ കർശനമാകുന്നു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 18 വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കാൻ UIDAI ഒരുങ്ങുന്നു. ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് അതത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കുക. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായിരിക്കും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുക. ജില്ലാതലത്തിലും സബ് ഡിവിഷണൽ തലത്തിലുമാണ് ഇവരെ നിയോഗിക്കുക. 18 വയസ്സിന് മുകളിലുള്ളവരിൽ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുന്നവർ ബന്ധപ്പെട്ട ആധാർ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത്. സർവീസ് പോർട്ടൽ വഴിയുള്ള വേരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത്തരം അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും. സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വേരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ ആയിരിക്കും. 150 ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്ന വിധമായിരിക്കും ക്രമീകരണം ഒരുക്കുക. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഞ്ചിക്കോട് കിഴക്കുമുറിയിൽ അതിഥി തൊഴിലാളിയുടെ 3 വയസ്സുകാരനായ മകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി സേലം ആലത്തൂർ അമ്മമ്പാളയം സ്വദേശി സെന്തിൽകുമാറുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പ്രതി താമസിച്ചിരുന്ന കഞ്ചിക്കോട്ടും പരിസരത്തും കുട്ടിയുമായി ഇയാൾ എത്തിയ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. വാളയാർ SI H ഹർഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. നാട്ടുകാരിൽ നിന്നുണ്ടായേക്കാവുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്നലെ പുലർച്ചെ രഹസ്യമായി എത്തിയാണ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇന്ന് ഇയാൾ മുൻപ് താമസിച്ചിരുന്ന സേലത്തെത്തി തെളിവെടുപ്പ് നടത്തും. 3 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളത്. അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഇത് ഉൾപ്പെടെ പോലീസിന് കണ്ടെത്തണം. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വാളയാർ ഇൻസ്പെക്ടർ A ആദാം ഖാൻ പറയുന്നത്. പ്രതിയുടെ മുൻകാല വിവരങ്ങൾ കൂടി കേസിൽ പോലീസ് തേടുന്നുണ്ട്. അതിനാലാണ് പ്രതി മുൻപ് താമസിച്ച സേലത്തും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് UP സ്വദേശികളായ അതിഥി തൊഴിലാളിയുടെ മകനെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പ്രതി തട്ടിക്കൊണ്ടുപോയത്. ഓട്ടോ ഡ്രൈവർ അഭിലാഷിന്റെയും നാട്ടുകാരുടെയും ഇടപെടലിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിമധ്യേ കുട്ടിയുമായി പ്രതിയെ പിടികൂടിയത്. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം? ചിന്തിക്കൂ. അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത്? ചിന്തിക്കൂ. ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ? ചിന്തിക്കൂ. മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്ക് ആവശ്യം? ചിന്തിക്കൂ. അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ? ചിന്തിക്കൂ. പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ? ചിന്തിക്കൂ.
എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു. പ്രേംദീപ് ജ്വൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല. വടക്കഞ്ചേരിയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് അതിക്രമം നടത്തുകയാണെന്ന് ആരോപിച്ച് വടക്കഞ്ചേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് നിർത്തി പോലീസ് മാർച്ച് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇല്ലാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M ദിലീപ്, റെജി K മാത്യു, മോഹൻദാസ്, കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മലയാളിക്ക് K-സ്മാർട്ട് സോഫ്റ്റ്വെയറിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് നേടാം. ഇതിനായി തദ്ദേശ സ്ഥാപനത്തിലെത്തേണ്ട നഗരസഭകളിൽ ജനുവരിയിൽ നടപ്പാക്കും. പഞ്ചായത്തുകളിൽ ഏപ്രിൽ 1 മുതലും. സോഫ്റ്റ്വെയറിലെ വീഡിയോ KYC സംവിധാനത്തിലൂടെയാണ് ഓൺലൈനായി നടപടികൾ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. K-സ്മാർട്ടിൽ ലഭിക്കുന്ന വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ദമ്പതികളുമായി വീഡിയോ കോൺഫറൻസ് നടത്തും. തുടർന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചുരുങ്ങിയ ദിവസങ്ങളുടെ അവധിയിലെത്തി വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ഏറെ അനുഗ്രഹമാകും ഈ സംവിധാനം. ബ്ലോക്ക് ചെയിൻ, ചാറ്റ് GPT അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് K-സ്മാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. K-സ്മാർട്ടിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ 30 സെക്കൻഡിൽ ലഭിക്കും. 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണങ്ങൾക്ക് ഉടമയും ബിൽഡിംഗ് ഡിസൈനറും സംയുക്തമായി നൽകുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെർമിറ്റ് അനുവദിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ 10ലേറെ സേവനങ്ങളാണ് K-സ്മാർട്ട് വഴി കിട്ടുക. INTUC സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി അഡ്ഹോക് കമ്മിറ്റി നേതൃയോഗം നടന്നു. INTUC 29-30 തീയതികളിൽ നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ പ്രവർത്തകർ വിലയിരുത്തുന്നതിന് INTUC അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃയോഗം ചേർന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ഫിലിപ്പ് തോമസ്, INTUC സംസ്ഥാന ഉപാധ്യക്ഷൻ K അപ്പു, സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, PR സുരേഷ്, PK വേണു, VN കൃഷ്ണൻ, സുധാകരൻ പ്ലക്കാട്ട്, മാലതി കൃഷ്ണൻ, ഗിരിജാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. മഴയൊന്ന് കനത്താൽ കൊമ്പൻകുഴി പ്രദേശത്തെ 60ഓളം വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയാകും. മഴ തുടർന്നാൽ ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന അഴുക്കുചാലിൽ നിന്നുള്ള മലിനജലം വീടുകളിലേക്ക് കയറും. മഴ ശക്തമായാൽ പരിസര പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങും. ആ വെള്ളക്കെട്ട് കൽവാക്കുളം റോഡ് വരെ നീളും. ജില്ലാ ആശുപത്രി, സ്റ്റേഡിയം സ്റ്റാൻഡിന്റെ പിൻവശം, ഹെഡ് പോസ്റ്റ് ഓഫീസ്, കൊപ്പം, ഇറക്കം പരിസര ഭാഗത്തു നിന്നുള്ള 4 വലിയ അഴുക്കുചാലുകളിൽ നിന്നുള്ള വെള്ളം എത്തുന്നത് കൊമ്പൻകുഴിയിലേക്കാണ്. ഈ മലിനജലം മുഴുവൻ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഒഴുകിപ്പോകാൻ റോഡിന് കുറുകെ കലുങ്കുണ്ടെങ്കിലും അതിലേക്കുള്ള കണക്ഷൻ ചാൽ ഇല്ല.
അഴുക്കുചാൽ പദ്ധതിക്കായി പരിസരവാസികൾ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങി വർഷങ്ങളായെങ്കിലും നടപടിയില്ല. 2018 പ്രളയത്തിൽ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അന്നും പ്രളയജലം ഒഴുക്കിവിടാൻ പ്രദേശത്തുകൂടി താൽക്കാലിക ചാൽ കീറിയിരുന്നു. മഴക്കാലത്ത് ഇപ്പോഴും ഈ ചാലിൽ വഴി വെള്ളം ഒഴുക്കിയാണ് പിടിച്ചു നിൽക്കുന്നത്. മതിയായ വീതിയിൽ കണക്ഷൻ ചാൽ നിർമ്മിച്ചാൽ പ്രദേശത്തെ മലിനജലക്കെട്ട് പരിഹരിക്കാം. MLAയും നഗരസഭയും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെടുന്നു. വേനൽക്കാലത്ത് തന്നെ പ്രദേശത്ത് മലിനജലക്കെട്ട് രൂക്ഷമാണ്. മഴക്കാലം ആരംഭിച്ചാൽ പ്രദേശമാകെ ദുരിതക്കെട്ടിലാകും. സമീപത്തെ കുളം നിറഞ്ഞൊഴുകിയുള്ള വെള്ളവും ഇവിടേക്കാണ് എത്തുന്നത്. കുളത്തും പരിസരത്തും വീടുകളുണ്ട്. പ്രദേശവാസികൾ ഈയിടെ നടന്ന നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടുണ്ട്. നഗരസഭയിലും നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. ഇനി ആരോഗ്യം. മഞ്ഞുകാലത്ത് മുടി കൊഴിച്ചിലുണ്ടാകുന്നതായി പഠനം. ഈ കാലാവസ്ഥ മുടികൊഴിച്ചിലിന് അനുകൂല അന്തരീക്ഷമായാണ് സൃഷ്ടിക്കുന്നത് എന്നത് സത്യമാണ്. മഞ്ഞുകാലത്ത് അന്തരീക്ഷം വരണ്ടിരിക്കും. ഇത് തലയോട്ടിയിലും മുടിയുമൊക്കെ വല്ലാതെ ഡ്രൈ ആകുന്നതിലേക്ക് നയിക്കും. ഇത് മുടികൊഴിച്ചിലിലേക്ക് നയിക്കാം. മുടി പൊട്ടിപ്പോവുക, മുടിയുടെ കട്ടി കുറഞ്ഞു പോവുക, താരൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മഞ്ഞുകാലത്ത് കൂടാം. ഇതെല്ലാം തന്നെ മുടികൊഴിച്ചിലിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പല രീതിയിലായി മുടിയുടെ ആരോഗ്യം മഞ്ഞുകാലത്ത് ബാധിക്കപ്പെടുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മഞ്ഞുകാലത്ത് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആഴ്ചയിൽ 2 തവണയെങ്കിലും കുറഞ്ഞത് മുടിയിലും തലയോട്ടിയിലും നന്നായി എണ്ണ തേച്ച് പിടിപ്പിക്കണം. ഇത് ഡ്രൈ ആകുന്നത് തടയാൻ സഹായിക്കും. മഞ്ഞുകാലത്തിനായി പ്രത്യേകമുള്ള ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. മുടിക്ക് പ്രശ്നമുള്ളവർ ഹീറ്റ് സ്റ്റൈലിംഗ് അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. മുടിക്ക് പ്രശ്നമില്ലാത്തവരായാലും ഹീറ്റ് സ്റ്റൈലിംഗ് മഞ്ഞുകാലത്ത് അത്ര നല്ലതല്ല. ഇനി നനഞ്ഞ മുടി അപ്പാടെയിട്ട് പുറത്തു പോകുന്നതും ഒഴിവാക്കണം. ഇതും മുടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് കാരണമാകും. മഞ്ഞുകാലത്ത് മുടികൊഴിച്ചിൽ ഒഴിവാക്കാൻ മുടി എപ്പോഴും മോയ്സ്ചറൈസർ ചെയ്ത് നിർത്തുന്നതാണ് മികച്ചൊരു മാർഗം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലിവിൻ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതും വളരെ നല്ലതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPFും എക്സൈസും കഞ്ചാവ് പിടികൂടി. കരുത്തു തെളിയിച്ച് യൂത്ത് ലീഗ് മാർച്ചിന് തുടക്കമായി. സംഗീതത്തിന്റെ പെരുമഴ തീർത്ത് സ്വർലയ നൃത്ത സംഗീതോത്സവത്തിന്റെ 2ാം ദിനം. ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.